ഒരു ഹാഫ് ആൻ അവർ ആയിട്ട് ദേ മഴയത്ത് ഞാനും അമ്മയും ഇവിടെ ഇരിപ്പുണ്ട്. വേറൊന്നുമല്ല, എൻ്റെ സിസ്റ്റർ ഇൻ ലോ ദേ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ പുള്ളിക്കാരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. ഈവനിങ് 5:30 PM ആയപ്പോൾ ഫ്ലൈറ്റ് ഓൾറെഡി ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു. ആൻഡ് ബാഗ് കിട്ടാൻ കുറച്ചൊന്ന് വൈകി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തു. എന്നിട്ടാണ് ആളിതേ ഫുൾ റെഡിയായി ഇറങ്ങി എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ആളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ തന്നെ 6:30 കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നേരെ പോയി ഒന്ന് ഡിന്നർ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഐഷു പോയിട്ടില്ലാത്തതും പിന്നെ എൻ്റെ അമ്മയുടെ സ്ഥിരം സ്ഥലമായ ഹോയ് പഞ്ചാബിലോട്ടാണ് ഞങ്ങൾ പോയത്. മഴയായതുകൊണ്ട് തന്നെ ഇത്തവണ അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. സോ നൗ മൂവിങ് ഓൺ ടു ദ ഫുഡ്. സ്റ്റാർട്ടേഴ്സിൽ ഞാൻ എൻ്റെ യൂഷ്വൽ ഓർഡറായ ക്രിസ്പി പാലക് ചാട്ടാണ് ഓർഡർ ചെയ്തത്. ആകെ ഹോയ് പഞ്ചാബി പോകുമ്പോഴാണ് ഞാൻ ഈ വെജ് സ്റ്റാർട്ടേഴ്സ് സെക്ഷൻ തന്നെ നോക്കുന്നത്. ഐഷു ഇത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് ആൻഡ് പുള്ളിക്കാരിക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ആ ക്രിസ്പി സ്പിനാച്ച് ലീവ്സ് ആൻഡ് യോഗേർട്ട് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്നാൽ ഞാൻ ഇത് ഓർഡർ ചെയ്യാതെ ഇരിക്കത്തില്ല. ഇത് കഴിഞ്ഞ് മെയിൻ കോഴ്സിൽ ഒരു വെറൈറ്റി പിടിക്കാന്ന് വെച്ചു ഇത്തവണ. യൂഷ്വലി ഇവിടെ നോൺ വെജ് സെക്ഷനിൽ ഞാൻ എപ്പോഴും ബട്ടർ ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ ടിക്ക മസാലയാണ് ഓർഡർ ചെയ്യുന്നത്. ബട്ട് ഇത്തവണ അമ്മയ്ക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റം ഓർഡർ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഡൽഹി സ്റ്റൈലിലെ ചിക്കൻ ചങ്കേസിയാണ് ഓർഡർ ചെയ്തത്. ആൻഡ് അതിന്റെ കൂടെ കഴിക്കാൻ ബട്ടർ നാനും ഓർഡർ ചെയ്തായിരുന്നു. നമ്മുടെ ചിക്കൻ ചങ്കേസി വന്നത് നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ്. ആൻഡ് 3 ചിക്കൻ ലെഗ് പീസസ് ആണ് അതിലുണ്ടായിരുന്നത്. എനിക്ക് ആക്ച്വലി അത്ര സ്പൈസി ആയിട്ട് തോന്നിയില്ല. ബട്ട് ടേസ്റ്റ് ഒരു ഡിഫറെന്റ് ആയിരുന്നു. ഒരു ഡൽഹി സ്റ്റൈലിലായതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ഇതെല്ലാം കഴിഞ്ഞ് ദേ വീട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ നല്ല പെരുമഴയായിരുന്നു. പിന്നെ പെട്ടെന്ന് വണ്ടി ഓടിച്ചങ്ങ് വീടെത്തി.